നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ സമീപകാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് വമ്പൻ കമ്പനികളുടെ പ്രകടനം നിക്ഷേപകർ കണ്ടിട്ടുണ്ടാവും. ലിസ്റ്റിംഗിന് ശേഷമുള്ള പാദഫലം എന്ന നിലയിൽ നിക്ഷേപകർ ശക്തമായി തന്നെയാണ് പാദഫലത്തിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ലെൻസ്കാർട്ട്, LG കമ്പനികളെ കുറിച്ചാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. കമ്പനികളുടെ പാദഫലവും ഒപ്പം ടെക്നിക്കൽ അനാലിസിസും മനസ്സിലാക്കാം. ലെൻസ്കാർട്ട് മികച്ച മൂന്നാം പാദ ഫലങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത്. ലാഭത്തിൽ 70 മടങ്ങ് വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. എന്താണ് ഈ വമ്പൻ കുതിപ്പിന് പിന്നിലെ രഹസ്യം? നമുക്കൊന്ന് പരിശോധിക്കാം. 2025 ഡിസംബറിൽ അവസാനിച്ച ക്വാർട്ടറിൽ ലെൻസ്കാർട്ട് നേടിയ അറ്റാദായം 131 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇത് വെറും 1.85 കോടി രൂപ മാത്രമായിരുന്നു. അതായത് ഏകദേശം 6983% വർധനവ്. വരുമാനത്തിന്റെ കാര്യമെടുത്താൽ 38.28% ഉയർച്ചയോടെ 2307.73 കോടി രൂപയിൽ എത്തി നിൽക്കുന്നു. കമ്പനിയുടെ ഈ വളർച്ച കേവലം ഭാഗ്യം കൊണ്ടല്ല, മറിച്ച് കൃത്യമായ ഓപ്പറേഷണൽ എഫിഷ്യൻസി കൊണ്ടാണ്. കമ്പനിയുടെ എബിഡ 90.6% വർദ്ധിച്ച് 462.4 കോടി രൂപയായി. മാർജിൻ 14.5% നിന്ന് 20%ലേക്ക് കുതിച്ചുയർന്നു. ഇതിനെക്കുറിച്ച് ലെൻസ്കാർട്ട് CEO പീയൂഷ് ബൻസാൽ പറഞ്ഞത് കമ്പനി ഇപ്പോൾ ഒരു കോമ്പൗണ്ടിംഗ് ഫേസിലേക്ക് കടന്നിരിക്കുകയാണ് എന്നാണ്. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സാങ്കേതിക വിദ്യയിലും സപ്ലൈ ചെയിനിലും നടത്തിയ നിക്ഷേപങ്ങൾ ഇപ്പോൾ ലാഭമായി തിരിച്ചു കിട്ടി തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ഇന്ത്യൻ വിപണിയിൽ മാത്രം 40.4% വളർച്ചയാണ് കമ്പനി നേടിയത്. കഴിഞ്ഞ ക്വാർട്ടറിൽ മാത്രം 195 പുതിയ സ്റ്റോറുകൾ ലെൻസ്കാർട്ട് തുറന്നു. ഇതിൽ 169 എണ്ണം ഇന്ത്യയിലും 26 എണ്ണം വിദേശത്തുമാണ്. നിലവിൽ ഇന്ത്യയിലെ ടയർ 2 നഗരങ്ങളിൽ നിന്നാണ് കമ്പനിക്ക് വലിയ തോതിൽ ഡിമാൻഡ് ലഭിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ ഗോൾഡ് മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ ഇപ്പോൾ 8.1 മില്യൺ സജീവ അംഗങ്ങളുണ്ട്. ഡിസംബർ പാദത്തിലെ വിൽപ്പനയുടെ 37% ഈ മെമ്പർഷിപ്പ് വഴിയാണ് നടന്നത് എന്നത് ലെൻസ്കാർട്ടിന്റെ കസ്റ്റമർ ലോയൽറ്റി വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം, കമ്പനി വെറും ഒരു കച്ചവട സ്ഥാപനമായല്ല, മറിച്ച് ഒരു ടെക് കമ്പനിയായാണ് വളരുന്നത്. AI ഉപയോഗിച്ചുള്ള ഐ ടെസ്റ്റിംഗ്, ഫേഷ്യൽ റെക്കഗ്നിഷൻ വഴി ഫ്രെയിമുകൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം എന്നിവ കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നുണ്ട്. ഈ ക്വാർട്ടറിൽ ഏകദേശം 63 ലക്ഷം ഐ ടെസ്റ്റുകളാണ് കമ്പനി നടത്തിയത്. ഇതിൽ പകുതിയോളം പേരും ആദ്യമായി കണ്ണു പരിശോധിക്കുന്നവരായിരുന്നു. അതായത് നിലവിലുള്ള മാർക്കറ്റിൽ മത്സരിക്കുന്നതിന് പകരം പുതിയൊരു വിപണി തന്നെ സൃഷ്ടിക്കാനാണ് ലെൻസ്കാർട്ട് ശ്രമിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലും ഇതിന്റെ പ്രതിഫലനം പ്രകടമായിരുന്നു. ബലം പുറത്തു വന്നതിന് പിന്നാലെ ലെൻസ്കാർട്ട് ഓഹരികൾ 12 മുതൽ 13% വരെ ഉയർന്ന് 526 രൂപയിലെത്തി. പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങളായ ജെഫ്രീസ്, JM ഫിനാൻഷ്യൽ എന്നിവർ ഓഹരിക്ക് ബൈ റേറ്റിംഗ് നൽകുകയും ടാർഗറ്റ് പ്രൈസ് യഥാക്രമം 575 രൂപയായും 565 രൂപയായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കമ്പനിയുടെ വാല്യുവേഷൻ അഥവാ PE റേഷ്യോ നിലവിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വരും ക്വാർട്ടറിലും ഇതേ വളർച്ച നിലനിർത്താൻ കമ്പനിക്ക് സാധിക്കുമോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യയിൽ ഇനിയും 4500 പുതിയ സ്റ്റോറുകൾ കൂടി സാധ്യതയുണ്ട് എന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ. ഗ്ലോബൽ ബ്രാൻഡ് ആകാനുള്ള ലെൻസ്കാർട്ടിന്റെ ഈ യാത്ര ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ലോകത്തിനും നിക്ഷേപകർക്കും വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. ഓഹരി ഇന്ന് 526 രൂപ എന്ന ഓൾ ടൈം ഹൈ വരെ പോയിട്ടുണ്ട്. അവിടെ നിന്ന് ചെറിയൊരു ലാഭമെടുപ്പ് നടന്നതിനാലാണ് വില 503-511 റേഞ്ചിലേക്ക് എത്തിയത്. 500 എന്നത് സൈക്കോളജിക്കൽ ലെവലാണ്. ഓഹരി ഇതിനു മുകളിൽ നിലനിൽക്കുന്നത് ബുള്ളിഷ് ട്രെൻഡ് തുടരുന്നതിന്റെ ലക്ഷ്യമാണ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 485-490 രൂപ നിലവാരത്തിലാണ്. വില താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. സ്ട്രോങ് സപ്പോർട്ട് 475 രൂപയിലാണ്. ഇത് കമ്പനിയുടെ മുൻപത്തെ റെസിസ്റ്റൻസ് ലെവലായിരുന്നു. ഇപ്പോൾ ഇത് ശക്തമായ സപ്പോർട്ടായി മാറിയിട്ടുണ്ട്. റെസിസ്റ്റൻസ് 526 രൂപയിലുമാണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ ഓഹരി 550-575 ലക്ഷ്യമാക്കി കുതിക്കാൻ സാധ്യതയുണ്ട്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഏകദേശം 65-70 റേഞ്ചിലാണ്. ഇതിനർത്ഥം ഓഹരി ഓവർബോട്ട് സോണിലേക്ക് അടുക്കുന്നു എന്നാണ്. ഇവിടെ നിന്ന് ചെറിയൊരു കൺസോളിഡേഷൻ, വില ഒരേ നിലയിൽ നിൽക്കുന്ന അവസ്ഥ പ്രതീക്ഷിക്കാം. 5 ഡേ, 20 ഡേ, 50 ഡേ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലാണ് ഓഹരി ട്രേഡ് ചെയ്യുന്നത്. ഇത് വളരെ പോസിറ്റീവായ ഒരു സൂചനയാണ്. ലെൻസ്കാർട്ടിന് പാദഫലം മികച്ചതായിരുന്നു. എന്നാൽ ഇതിന് വിപരീതമായ ഫലമാണ് LG പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് രംഗത്തെ ഭീമന്മാരായ LG ഇലക്ട്രോണിക്സ് ഇന്ത്യയുടെ ലാഭത്തിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 3 മാസത്തെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ കമ്പനിയുടെ അറ്റാദായത്തിൽ 61% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ LG ഇന്ത്യയുടെ ലാഭം വെറും 89.6 കോടി രൂപ മാത്രമായി. എന്നാൽ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 233.4 കോടി രൂപയായിരുന്നു കമ്പനിയുടെ ലാഭം. കമ്പനിയുടെ വരുമാനത്തിന്റെ കാര്യമെടുത്താലും 6.4% കുറവിൽ 4114 കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട്. ബിസിനസ് രംഗത്തെ വിദഗ്ധർ ഇതിനെ വിളിക്കുന്നത് മാർജിൻ പ്രഷർ എന്നാണ്. അതായത് ചെലവ് കൂടുകയും വരുമാനം കുറയുകയും ചെയ്യുന്ന അവസ്ഥ. ഈ ക്വാർട്ടറിൽ കമ്പനിയുടെ എബിഡ, അതായത് പലിശയും നികുതിയും കുറയ്ക്കുന്നതിന് മുൻപുള്ള ലാഭം 42.4% ഇടിഞ്ഞ് 196 കോടി രൂപയായി.
മാർജിൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 7.7% ഇപ്പോൾ 4.8% താഴ്ന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കമ്പനി നൽകുന്ന വിശദീകരണം പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ വിപണിയിൽ ദീപാവലിക്ക് ശേഷമുള്ള ഡിമാൻഡിൽ വന്ന കുറവ് തന്നെയാണ്. സാധാരണയായി ഉത്സവ സീസണിൽ വലിയ വിൽപ്പന നടക്കാറുണ്ടെങ്കിലും ഇത്തവണ അതിനുശേഷം വിപണി മന്ദഗതിയിലായി. 2, കാലാവസ്ഥയിൽ വന്ന മാറ്റം. തണുപ്പ് കൂടിയതിനാൽ എയർ കണ്ടീഷണറുകളുടെയും മറ്റും വിൽപ്പന വിചാരിച്ചത്ര നടന്നില്ല. 3, അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം. പ്രത്യേകിച്ച് ചെമ്പ്, അലുമിനിയം തുടങ്ങിയവയുടെ വില വർദ്ധിച്ചത് നിർമ്മാണ ചെലവ് കൂട്ടി. എന്നാൽ ലാഭം സംരക്ഷിക്കാനായി കമ്പനി വില കുറയ്ക്കാൻ തയ്യാറായതുമില്ല. പക്ഷേ ഇത്രയും തിരിച്ചടികൾക്കിടയിലും കമ്പനി വളരെ പോസിറ്റീവായ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യയെ ഒരു ഗ്ലോബൽ എക്സ്പോർട്ട് ഹബ്ബാക്കി മാറ്റാനാണ് LG ലക്ഷ്യമിടുന്നത്. ഇതിനായി ഇന്ത്യയിലെ തങ്ങളുടെ 3ാമത്തെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഉടൻ പ്രവർത്തന സജ്ജമാകും. നിലവിൽ ഇന്ത്യയിൽ വിൽക്കുന്ന 97-98% ഉൽപ്പന്നങ്ങളും ഇവിടെ തന്നെ നിർമ്മിക്കുന്നവയാണ്. അടുത്ത വർഷത്തോടെ കയറ്റുമതി ഇരട്ടിയാക്കാനാണ് കമ്പനിയുടെ പ്ലാൻ. ഇനി ഓഹരി വിപണിയിലേക്ക് വന്നാൽ ഈ റിസൾട്ട് വന്നതിന് പിന്നാലെ LG ഇലക്ട്രോണിക്സ് ഇന്ത്യ ഓഹരികൾ ഏകദേശം 8% വരെ ഇടിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഈ സ്റ്റോക്ക് അതിന്റെ ബുക്ക് വാല്യൂവിന്റെ 15 ഇരട്ടിയിലാണ് വ്യാപാരം ചെയ്യുന്നത്. എങ്കിലും 56.8% ROCയും ഏതാണ്ട് കടമില്ലാത്ത അവസ്ഥയും കമ്പനിയുടെ ഫണ്ടമെന്റൽ കരുത്ത് കാണിക്കുന്നുണ്ട്. ലാഭത്തിലുണ്ടായ ഈ ഇടിവ് താൽക്കാലികമായ ഒന്നാണെന്നും വരാനിരിക്കുന്ന വേനൽക്കാലത്ത് എയർ കണ്ടീഷണറുകൾക്കും മറ്റും ഡിമാൻഡ് കൂടുമ്പോൾ കമ്പനി ശക്തമായി തിരിച്ചു വരുമെന്നുമാണ് മാനേജ്മെന്റ് പ്രതീക്ഷ. പ്രീമിയം ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 2-ട്രാക്ക് സ്ട്രാറ്റജി വഴി ലാഭം തിരിച്ചുപിടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. വരും ദിവസങ്ങളിൽ വിപണി ഈ മാറ്റങ്ങളെ എങ്ങനെ സ്വീകരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ലാഭത്തിൽ ഇടിവ് രേഖപ്പെടുത്തിയതിനാൽ നിലവിൽ ഈ ഓഹരിയിൽ ഒരു കറക്ഷൻ നടക്കുന്നുണ്ട്. എങ്കിലും ഇതൊരു ഡെപ്റ്റ് ഫ്രീ കമ്പനി ആയതിനാൽ ലോങ് ടേമിൽ നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഓഹരി താഴേക്കാണ് പോകുന്നത്. എങ്കിലും RSI ഏകദേശം 45-50 റേഞ്ചിലായതിനാൽ ഓവർസോൾഡ് അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ഓഹരി അതിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സോണിലാണ് നിലനിൽക്കുന്നത്. സ്ട്രോങ് സപ്പോർട്ട് 1468-1465 എന്ന നിലവാരത്തിലാണ്. ഇവിടെ നിന്ന് ഓഹരി തിരിച്ചു കയറാൻ വലിയ സാധ്യതയുണ്ട്. ലാഭത്തിലെ ഇടിവ് കാരണം സെല്ലിംഗ് പ്രഷർ കൂടിയതോടെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഇപ്പോൾ 38-35 റേഞ്ചിലേക്ക് താഴുകയാണ്. അതായത് ഓഹരി ഇപ്പോൾ വിലക്കുറവിൽ തന്നെയാണ്. 1461 ഈ ഓഹരി വാങ്ങുന്നത് വളരെ ആകർഷകമാണ്. കാരണം റിസ്ക് വളരെ കുറവാണ്. സ്റ്റോപ്പ് ലോസ് ഏകദേശം 1440 വെക്കാവുന്നതാണ്. ഇനി കമ്പനികളുടെ ഫൈനാൻഷ്യൽ റേഷ്യോസ് കൂടെ പരിശോധിക്കാം. പ്രൈസ് ടു ഏർണിംഗ്സ് നോക്കാം. ₹1 ലാഭം ഉണ്ടാക്കാൻ നിക്ഷേപകൻ എത്ര രൂപ നൽകാൻ തയ്യാറാണ് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. LGക്ക് ഇത് 48.5 ആണെന്ന് കാണാം. ഒരു മെച്യൂർ കമ്പനിയെ സംബന്ധിച്ച് മിതമായ വാല്യുവേഷൻ ആണിത്. എന്നാൽ ലെൻസ്കാർട്ടിന് 230 ടൈംസ് ആണ്. PE വളരെ കൂടുതലാണ്. ഇതിനർത്ഥം ഭാവിയിൽ വലിയ ലാഭം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് നിക്ഷേപകർ ഉയർന്ന വില നൽകുന്നത്. കമ്പനിയുടെ ആസ്തിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓഹരി വില എത്രയാണെന്ന് നോക്കുന്ന പ്രൈസ് ടു ബുക്ക് വാല്യൂ LGക്ക് 14.5 ആണ്. കമ്പനി അതിന്റെ അറ്റാദായത്തെക്കാൾ കൂടുതൽ ബ്രാൻഡ് വാല്യൂവിനും മാർക്കറ്റ് ലീഡർഷിപ്പിനും മുൻഗണന നൽകുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ലെൻസ്കാർട്ടിന് 13.8 ആണ്. ഇതൊരു ഹൈ ഗ്രോത്ത് ടെക് കമ്പനിയെ സംബന്ധിച്ച് ആകർഷകമാണ്. കാരണം അവർ ആസ്തികളെക്കാൾ ഉപരിയായി വിപണി പിടിച്ചടക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നത്. ഇനി റിസ്ക് റിവാർഡ് റേഷ്യോ കൂടി പരിശോധിക്കാം. LG ഇലക്ട്രോണിക്സ് ഇന്ത്യയെ സംബന്ധിച്ച് മോഡറേറ്റ് റിസ്ക് ആണ്, സ്റ്റഡി റിവാർഡ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. വിപണിയിലെ 1ാം സ്ഥാനം, ശക്തമായ ഡിവിഡൻഡ് സാധ്യത, കടമില്ലാത്ത അവസ്ഥ എന്നിവയൊക്കെ ഇതിന് കാരണമായി പറയാം. അതേസമയം വളർച്ചാ നിരക്ക് കുറവാണ്. ഇപ്പോൾ ലാഭത്തിൽ 61% ഇടിവ് വന്നതുപോലെ താൽക്കാലിക തളർച്ചകൾ ഉണ്ടായേക്കാം. ദീർഘകാല നിക്ഷേപകർക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ലെൻസ്കാർട്ട് സൊല്യൂഷൻസ് ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറിയിൽ വരും. അതിവേഗത്തിലുള്ള വളർച്ച, വിദേശ വിപണിയിലേക്കുള്ള എക്സ്പാൻഷനൊക്കെ വളർച്ചയ്ക്ക് നല്ലതാണ്. എന്നാൽ വാല്യുവേഷൻ വളരെ കൂടുതലാണ്. പ്രതീക്ഷിച്ച വളർച്ച വന്നില്ലെങ്കിൽ ഓഹരി വില പെട്ടെന്ന് താഴാം. അതിനാൽ വലിയ ലാഭം ലക്ഷ്യമിടുന്ന വലിയ റിസ്കുകൾ എടുക്കാൻ തയ്യാറുള്ളവർക്ക് ഇത് അനുയോജ്യമാണ്. നിങ്ങളൊരു സുരക്ഷിതമായ നിക്ഷേപമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ LG കൂടുതൽ അനുകൂലമാണ്. എന്നാൽ വിപണിയിലെ വൻ കുതിപ്പിൽ നിന്ന് ലാഭം കൊയ്യാൻ താല്പര്യമുള്ളവർക്ക് ലെൻസ്കാർട്ട് ഒരു ഹൈ ഗ്രോത്ത് ഓപ്ഷനാണ്. നിങ്ങൾ പൊസിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനലിസ്റ്റുകളുടെ നിർദ്ദേശം തേടുക.